ഏറ്റവും വലിയ സൂഫി ഗുരുവായിട്ടുള്ള ലോകം അംഗീകരിക്കുന്ന ജുനൈദുൽ ബഗ്ദാദി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഒരു ചരിത്രമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഒലി, എന്താണ് ഔലിയ എന്നൊക്കെ. ജുനൈദുൽ ബഗ്ദാദിയുടെ ഖാൻഗാഹിൽ, അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിൽ ഒരിക്കൽ ഒരു അപരിചിതൻ വന്നു 5-6 മാസം താമസിച്ചു. അയാൾ തിരികെ പോകാൻ നേരത്ത് അതുവരെ എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി ചോദിച്ചില്ല. പോകാറായപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ വന്നിട്ട് 3-4 മാസമായല്ലോ, എന്താണ് നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ 3-4 മാസമായിട്ട് ഇവിടെ ഉണ്ട്, താങ്കളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതിൻ്റെ പരിസരവും ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ഒരു കറാമത്തും ഞാൻ കണ്ടില്ല, ഇവിടെ ഒരു കറാമത്തും ഞാൻ കണ്ടില്ല, ഞാൻ പോവേണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മഹാനായ ജുനൈദുൽ ബഗ്ദാദി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ 3-4 മാസം ഇവിടെ താമസിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് വിരുദ്ധമായത് എന്തെങ്കിലും ഇവിടെ നടന്നതായി നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ കണ്ടില്ല, ഇവിടെ എല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഞാൻ കണ്ടത്, വേറൊന്നും ഞാൻ കണ്ടില്ല. അന്ന് അതാണ് ഏറ്റവും വലിയ കറാമത്ത് എന്ന് ജുനൈദുൽ ബഗ്ദാദി അദ്ദേഹത്തോട് പറഞ്ഞ ഒരു സംഭവം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അത് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇത്തിബാ ചെയ്യുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ്. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. അത്ഭുതങ്ങൾ കാണിക്കലല്ല, അത്ഭുതങ്ങളല്ല ഒരു വലിയൻ്റെ മുഖമുദ്ര, സൂക്ഷ്മതയാണ് ഒരു വലിയൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്.